ഇപ്പോഴും ചൈൽഡ് ആക്ടർ എന്നുള്ള വിളി കേൾക്കാറുണ്ടോ? നോ, ഇല്ല. നോയാണ് തിരിച്ചാ പിടിച്ചത്. നെവർ. ഇഷ്ടമില്ലാത്ത സിനിമകൾക്ക് കൃത്യമായി നോ പറയാൻ ഇപ്പോൾ പഠിച്ചോ? കൃത്യമായിട്ട് നോ എന്ന് പറയാൻ വേണ്ടിട്ട് കൈൻഡ് ഓഫ് എനിക്ക് പറയാൻ പറ്റാറുണ്ട്. തിരിച്ചാ ശേടാ ഐ ഹാവ്. എന്റെ മുഖത്തേക്ക് ഏതാണോ അതാണ് ആൻസർ എന്നാണോ വിചാരിച്ചേക്കണേ? അല്ല, സ്ക്രീനിലേക്ക്. റിയൽ ലൈഫിൽ അനശ്വര അഭിനയിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ വേണ്ടി വരാറുണ്ട്. എന്തിനാ മോളെ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞ എന്ന ചോദ്യം ഇപ്പോഴും കേൾക്കുന്നുണ്ടോ? ഭയങ്കരമായിട്ട്. സത്യത്തിൽ എന്തായിരിക്കും മുടി വെട്ടാനുണ്ടായ ഒരു സാഹചര്യ കാരണം എന്താണ്? എന്റെ മുടി എന്റെ സ്വാതന്ത്ര്യം. അങ്ങനെ എനിക്ക് എല്ലായിടത്തും ചില അമ്മമാരൊക്കെ വന്നൊരു സ്നേഹത്തോടെ എന്തിനാ മോളെ കോലം കിട്ടുപോയല്ലോ എന്നൊക്കെ പറയും. ചേച്ചി അങ്ങനെ പറയല്ലേ, എനിക്ക് വിഷമം. സ്റ്റാർഡം കാരണം പ്രൈവസി നഷ്ടപ്പെടുന്നതായി എപ്പോഴെങ്കിലും തോന്നി തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. എന്തിനു പോകുമ്പോഴാണ് പ്രൈവസി കിട്ടാത്തതായിട്ട് തോന്നാറുള്ളത്? ഞാൻ എന്താണ് പറയണ്ടേ? എന്താണ് ആൻസർ പ്രതീക്ഷിക്കുന്നത്? പ്രൈവസി ഇടയ്ക്കൊക്കെ പ്രൈവസി മാറ്റേഴ്സ്. ഓൺലൈൻ ആങ്ങളമാരെ പേടിയുണ്ടോ? ഇല്ല. അവരെഴുതുന്ന അവരുടെ ചില കമന്റുകൾ കാണുമ്പോൾ ദേഷ്യം വരാറുണ്ടോ? ഇടയ്ക്ക് ഉണ്ട്. ഓർത്ത് വെച്ചിട്ടുള്ള വേദനിപ്പിച്ച ഒരു കമന്റ് ഉണ്ടോ? വേദനിപ്പിച്ച ഇടയ്ക്ക് ബോഡി ഷെയിം ചെയ്യുമ്പോഴൊക്കെ എനിക്ക് മുന്നേ ഒക്കെ അപ്പൊ ഞാൻ യൂസ്ഡ് ആയി ഇടയ്ക്കൊക്കെ എന്റെ ബോഡിന്ന് ആൾക്കാർ ഇങ്ങനെ പറയുമ്പോ മെലിഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് വിഷമം. ചിലരുടെ മെലിയാൻ വേണ്ടി നടക്കുന്നത്. അപ്പൊ മെലിഞ്ഞിട്ട് മാത്രമല്ല, വെറുതെ ഇപ്പൊ അറിയാത്ത ആൾക്കാർ നമ്മളെ കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്ക് തോന്നാറുണ്ട്, വിഷമാവാറുണ്ട്. യെസ്. അനശ്വരയുടെ വിശേഷങ്ങൾ അറിയാമോ? ഇങ്ങനെയൊക്കെയുള്ള ചില യൂട്യൂബ് വീഡിയോസ് കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അനശ്വരയുടെ ആസ്തി 500 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടോ? പിന്നെ ഞാനിപ്പോ റീസെന്റ് കണ്ടതാ പ്ലാസ്റ്റിക് സർജറി. എന്ത് പ്ലാസ്റ്റിക് സർജറി? ആൾക്കാര് മാറില്ലേ, വളരെയല്ലേ നമ്മള്. ഞാൻ വളരുകയല്ലേ. കുറച്ച് മേക്കപ്പ്, കുറച്ച് ഡ്രസ്സിങ് കൊണ്ട് ആൾക്കാർ പണ്ടത്തെ എന്നെ ഇപ്പൊ 2018 ഫോട്ടോ ഒക്കെ വെച്ച് ഇപ്പം വെച്ചത് പണ്ടത്തെ ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് ആർക്കും കണ്ടാലും ക്രിഞ്ച് അടിക്കുന്ന കുറെ ഫോട്ടോസ് ഉണ്ടോ, അത് ഇപ്പൊ ഒക്കെ വെച്ച് കമ്പയർ ചെയ്താ പിന്നെ സത്യം. എനിക്കാണെങ്കിൽ എനിക്ക് 2019 അനശ്വരനെ ആദ്യം കണ്ടത് ഓർമ്മ വരുന്നത് തണ്ണീർമത്തിന്റെ സമയത്ത് കൊച്ചു ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് ഓർമ്മയുണ്ട്. ഞാൻ വയ്യാതെ ഇന്റർവ്യൂ, ഞാൻ പീരീഡ്സ് ആയി ക്രാംസ് വന്ന് തണ്ണിമത്തം റിലീസ് ആവുന്ന ദിവസം. അയ്യോ, എനിക്ക് ഓർമ്മയുണ്ട്.